ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലീസ് വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. എവിടേക്കാന്നല്ലേ പയ്യെ പയ്യെ പറഞ്ഞുതരാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും ആച്ചും സുനിയേട്ടനും കൂടിയിട്ടാണ് പോകുന്നത്. രാവിലെ 8 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങി യാത്ര. അവിടെ ഒരു 10 മണിയാകുമ്പോഴത്തേനും എത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ട്രാഫിക് ഉണ്ടാവില്ല. രാവിലെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ട്രാഫിക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 8 മണിയൊക്കെ നേരത്തെ അധികം ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് വേഗം അവിടെ എത്താമെന്ന് വിചാരിക്കുകയാണ്. ഒരു 1-2 മണിക്കൂറോളം ഉണ്ട് യാത്ര. 2 മണിക്കൂർ ഉണ്ടാവില്ല, ഒരു 1.5 മണിക്കൂറോളം എന്തായാലും കഷ്ടിച്ച് യാത്ര ഉണ്ടാവും അവിടെ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അജ്ലി ദർഗ, അതായത് അജ്ലി പള്ളി. മുംബൈയിലെ അജ്ലി ദർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു മുസ്ലിം പള്ളിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട്, ജാറമൂടാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇതപ്പോൾ കടലിൻ്റെ ഉള്ളിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സീലിങ് ബ്രിഡ്ജ്. കാണാൻ നല്ല രസമല്ലേ, സൂപ്പറാണ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈലൻ്റായിട്ട് ഇങ്ങനെ പോയി നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിട്ട് മോർണിംഗ് വാക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് എന്താ പറയുക, നല്ല ഒരു കൂളിങ് ഇതാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല വെയിലാവും, നല്ല ചൂടാവും. അങ്ങനെ ഞങ്ങൾ ചൂടാകുമ്പോഴത്തേനും അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത് അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. അപ്പോൾ ആ ലോക്കൽ മാർക്കറ്റും കൂടി ഞാനിന്ന് വീഡിയോസൊക്കെ എടുത്ത്. ഈ സാധനം എന്താണെന്ന് അറിയില്ലേ, നമ്മുടെ കരിമ്പന തേങ്ങ, അതിൻ്റെ നൊങ്കാണ് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കക്ക, ചിപ്പി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെച്ച് വെക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ അവരിങ്ങനെ വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഷൂട്ട് എടുത്ത്. മച്ചിലി മാർക്കറ്റ്, മീനിൻ്റെ മാർക്കറ്റും അതുപോലെ തന്നെ ഫിഷും പൂവും എല്ലാ സാധനങ്ങളും അവിടെ വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. സുനിയേട്ടനും ആച്ചും കൂടി പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. നമുക്ക് പോകേണ്ട വഴി ഇതാണ്. അപ്പോൾ ഞാനും ആച്ചും സുനിയേട്ടനും കൂടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വേലി ഇറക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇവിടെയൊക്കെ കടൽ വെള്ളം ഒന്ന് മൂടും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ല വേലി ഇറക്കായതുകൊണ്ട് കണ്ടില്ലേ, ശാന്തമായി കിടക്കണുണ്ടില്ലേ, എന്താ രസം. പക്ഷെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോണത് ബോട്ട് ജെട്ടിയിലേക്കാണ് പോണത്. ഇതൊക്കെ കണ്ടൽ വനങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ട് ജെട്ടിന്ന് അവിടുന്ന് ബോട്ടിൽ വേണം നമുക്ക് പോവാം. അപ്പോൾ എവിടെയാണ് ആ കാണുന്ന ഗോൾഡനായിട്ടുള്ള ഒരു ഇത് കാണാനില്ലേ നിങ്ങൾക്ക്? അവിടേക്കാണ് യാത്ര, കടലിലൂടെയാണ് യാത്ര. അതായത് അപ്പോൾ എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഗ്ലോബൽ വിഭാസന പഗോഡ, ഇവിടേക്കാണ് നമ്മൾ പോണത്. ഇനിയുള്ള കാഴ്ചകളൊക്കെ അവിടേക്ക് പോകണവരുള്ള കാഴ്ചകളാട്ടോ. ഇപ്പം കണ്ടതും അവിടേക്ക് പോയ കാഴ്ചകൾ തന്നെയാണ്, പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. കടലിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. നല്ല വേലിയിറക്കാണ്. അതുകൊണ്ട് എന്താ പറയുക, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഈ കണ്ടൽ വനങ്ങളിൽ അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് കണ്ടില്ലേ, കര കാണുന്ന നല്ല കാഴ്ചകൾ, നല്ല കാറ്റും ഒക്കെ ഏറ്റ് ഞങ്ങൾ പോട്ടെ. അപ്പോൾ അതാ നമ്മുടെ പഗോഡ കാണുന്നത്. എന്താ പറയുക, സൂര്യൻ്റെ വെളിച്ചത്തിൽ അതിങ്ങനെ സ്വർണ്ണം തിളങ്ങണ പോലെയാണ് തിളങ്ങണത്. അപ്പം ഞങ്ങൾ ബോട്ടൊക്കെ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് വരിക കേട്ടോ. പക്ഷേ ഇപ്പോൾ വേലി ഇറക്കായ കാരണം കൊണ്ട് അവിടെ ഇറക്കിയത് കുറേ ദൂരമായിട്ട് ഇറക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വരികയാണ്. ഈ നടന്ന് വരുമ്പോൾ ഇടത്ത് ഭാഗത്തേക്ക് പഗോഡയ്ക്ക് പോകേണ്ടവരും വലത്ത് ഭാഗത്തേക്ക് വാട്ടർ പാർക്കിലേക്ക് പോകേണ്ടവരുമാണ് പോണത്. വലത്ത് ഭാഗത്ത് വാട്ടർ പാർക്കാണ്. കുട്ടികൾക്കും എല്ലാവരും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണ വാട്ടർ പാർക്കുണ്ട്. അപ്പോൾ ഇവിടെ പഗോഡയുടെ ഒക്കെ പോണ വഴിയാണ്. പഗോഡ പോകേണ്ടവർ പഗോഡ പോയി കണ്ടതിന് ശേഷം വാട്ടർ പാർക്കിൽ പോവാം. വാട്ടർ പാർക്ക് പോയവർ പിന്നെ പഗോഡയ്ക്ക് പോവാം. അങ്ങനെ ഇതായിട്ടുള്ള വഴിയാണ് കേട്ടോ. രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇത് എത്ര വലിയൊരു ആഴമുള്ളൊരു കുഴി, എന്താ പറയുക,
കുളക്കല്ലേ അതുപോലെ വലുതായിട്ട് കുഴിച്ച് വെച്ചിട്ട് അതിൽ വെള്ളം ശേഖരിച്ചിട്ട് അതിൽ നമ്മുടെ ആമ്പലും താമര അങ്ങനത്തെ ഇല്ലേ അതൊക്കെ ഉണ്ട് കുളത്തിൽ. പിന്നെ അതിൽ ഇറങ്ങാൻ പാടില്ല, ഡൈവ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആര് ഡൈവ് ചെയ്യണം? അതിൽ വലിയ ആഴത്തിലുള്ള കുഴിയാണിത്. ഇതിലൊക്കെ ചാടി കഴിഞ്ഞിട്ടൊക്കെ രക്ഷപ്പെടുമെന്നും കൂടി അറിയില്ല. അതിൽ വലിയ ആഴത്തിൽ, പക്ഷെ ധാരാളം വെള്ളമൊക്കെ ശേഖരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അവർ. ഭയങ്കര സെക്യൂരിറ്റിയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പഗോഡയിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പഗോഡ. അതായത് തായ്ലാൻഡിലാണോ ജപ്പാനിലാണോ ചൈനയിലാണോ ഇപ്പോൾ ഞാൻ പോയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത്രയ്ക്കും കണ്ണിന് കുളിർമയേകണ സ്ഥലം. മുംബൈയിലായാലും മുംബൈയിൽ വന്നവരായാലും മുംബൈയിലേക്ക് ഇനി യാത്ര വരാനിരിക്കുന്നവരായാലും എന്തായാലും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഗോഡയിൽ പോകണം. അത്രയ്ക്കും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. എന്താ പറയുക, ഓരോ ഫില്ലറും ചുമരുകളിലും ചിത്രങ്ങൾ വരച്ചിട്ട് അവർ ഡിസൈന് കാര്യങ്ങൾ റെഡ് ആൻഡ് ഗോൾഡ് ഇതൊക്കെ ആയിട്ടുള്ള എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ത് രസം വെച്ചിട്ടാ, എവിടെ നോക്കിയാലും അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നതിൻ്റെ ശേഷമാണ് ഉള്ളിലേക്ക് അവർ കടത്തി വിടുള്ളൂ. ഈ കാണുന്നത് നമ്മുടെ ഒരു ബുദ്ധൻ്റെയാണ് ഇവിടെ മെയിൻ ബുദ്ധ അതാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ബുക്കും കാര്യങ്ങളും ബുദ്ധൻ്റെ ശിലകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഫസ്റ്റ് എൻട്രി നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ രണ്ട് ഇതിൻ്റെ ശിലകളുടെ ഉള്ളിൽ ഒരു മണി വെച്ചിട്ട്, ശില മീൻസ് ഒരു പട്ടാളത്തിൻ്റെ ഉള്ള ആൾക്കാരിങ്ങനെ ഇത് തൂക്കിയിട്ട് തോളിൽ മണി തൂക്കി ഇങ്ങനെ നിൽക്കണ ഒരു ഇതാണ് പ്രതിമകൾ. അതിൻ്റെ ഇടയിൽ വലിയ മണി, ഈ മണി ബാക്കിൽ ചെന്നിട്ട് വലിയൊരു മരക്കഷ്ണം ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശബ്ദം. നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ശബ്ദമാണ്. പക്ഷേ ഈ ശബ്ദം നമ്മളെ കാതിന് നല്ല അടിപൊളി ഒരു പാട്ടിൻ്റെ ഈണം പോലെ എന്ന് പറയാം, അതുപോലത്തെ ശബ്ദം വരുന്നത്. ചെവിടിന് ഇങ്ങനെ ന്യൂസൻസ് പോലത്തെ ശബ്ദമല്ല, നല്ല കാമായിട്ടുള്ള ശബ്ദമാണ് ഇന്ന് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത രണ്ട് ആളുകൾ ഇങ്ങനെ തോളിൽ തൂക്കിയിട്ടിട്ടുള്ള വേറൊരിതുണ്ട്. പക്ഷേ ഇതിൽ ഇടിക്കാൻ പറ്റില്ല, കൈ വെച്ചിട്ട് ഇങ്ങനെ ടെക് ടക്ക് അങ്ങനെ കൊട്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രത്യേക ശബ്ദം വരുന്നതാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഓരോ സ്ഥലത്തും ഓരോ വർക്കുകളും കാര്യങ്ങളും എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള സ്ഥലം. പാച്ച് രണ്ടിടത്തും കയറിയിട്ട് ഇതിൽ മണിയിലും ഒന്ന് കൊട്ടി നോക്കി, ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ കൊട്ടി നോക്കി. നല്ല രസമുണ്ട് ശബ്ദം വരുന്നതൊക്കെ. പിന്നെ അതിഗംഭീരമായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. പൂക്കളൊക്കെ ആയിട്ടുണ്ട്. നോക്കി മാങ്ങയൊക്കെ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന കാണും, കയ്യിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ തോന്നും. ആരും അങ്ങനെ പൊട്ടിക്കണമൊന്നുമില്ല, പക്ഷെ നന്നായി മൂത്ത മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ അത് പകോടയിലേക്ക് കയറിയിട്ട് പോകണം. സ്റ്റെപ്പ് കയറി പോകാം. കാരണം അതിൻ്റെ ഇരുവശങ്ങളിലുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോൾ അവിടെയൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് ദേവതകളുടെ മൂർത്തികളുടെ ഓരോ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഗോഡയുടെ കയറി ചെല്ലുമ്പോൾ കാണുന്ന സ്ഥലം. ഇപ്പോൾ വെയിൽ അങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ, ചൂടായി വരുന്നുള്ളൂ. അതുകൊണ്ട് വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നില്ല. പക്ഷെ നല്ല സുഖമുള്ള കാറ്റ് ആ വെയിലിനും കൂടിയും ഉണ്ടെന്നും കൂടി നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് നല്ല കാറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അവിടെ രണ്ട് ആന ഉണ്ട്. അവിടെ ആനയുടെ ശില എന്ത് രസം വെച്ചിട്ടാണ്, വൈറ്റ് കളർ ആന. പിന്നെ കണ്ടില്ലേ, അതൊക്കെ ഇതിൻ്റെയൊക്കെ ഓരോ വർക്കുകൾ ചെയ്തിരിക്കണം. നോക്കിയേ എന്തൊരു കോമ്പിനേഷനാണ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഞാനിതിൻ്റെ 4 വശം നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ 4 വശത്തും ഇവിടെ ചുറ്റും ഇതാ നമ്മുടെ ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ നമ്മുടെ 4 വശത്തും 3
ഡോർ വെച്ചാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ 3 എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ 3 എന്ന് പറയുന്നത് എങ്ങോട്ടേലും പോകുമ്പോൾ 3 ആൾക്കാരായിട്ട് പോകാൻ പാടില്ല എന്ന് പറയും. ഒന്നെങ്കിൽ 2 ഒന്നെങ്കിൽ 4 അങ്ങനെ പറയുക. പക്ഷേ ഇവിടെ ഈ പഗോഡയിൽ 3 വാതിലുകളാണ്, മെയിൻ ഡോറുകളാണ് ഉള്ളിലേക്ക് കടക്കാനായിട്ട്. ഇതൊരു വശത്ത് 3 ഡോറ്, അപ്പുറത്ത് ഈ 3 എന്ന് പറയണത് നല്ലതാണ്. നമ്മളെ പഴയ ഇതിൽ ആൾക്കാർ പറഞ്ഞിട്ട് മൈൻഡിൽ തന്നെ 3 നല്ലതല്ല എന്ന് പറയണത് എന്നാണ് അവർ പറയണത് കേട്ടോ. അപ്പം ഈ 4 വശത്തുള്ള ഡോറുകൾ 3 ഡോറുകളായിട്ടാണ് ഉള്ളത്. ഇതൊരു മെഡിറ്റേഷൻ സെൻറ്റർ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഉള്ളത്. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴികളാണ്. ഇവിടെ ഇരുന്നിട്ട് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷനായി 10 മിനിറ്റ് കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ടവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണേണ്ടവർക്ക് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി വരാം. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, സൈലൻ്റായിട്ടും. ഇങ്ങനെ ഞങ്ങൾ ആദ്യം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഉള്ളിലേക്ക് കയറിയത്. അതിന് പുറത്തേക്ക് ഉള്ളൊരു കാഴ്ചയാണ് വീൽ ഓഫ് ദാമ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ജനിച്ച് നമുക്ക് ഒരു ഓർമ്മ അതോ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതാകുമ്പോൾ നമ്മൾ നല്ലവനാവണോ ചീത്തവനാവണോ വേണ്ടത്, നല്ല ആളായി മാറണോ ചീത്ത ആളായി മാറണോ, എങ്ങനെയുള്ള ആളായി നമ്മൾ മാറേണ്ടത് എന്നൊക്കെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് മോശം ഒരാളായി ജീവിച്ചാൽ മതിയോ, നല്ല ആളായി ജീവിക്കണമെങ്കിൽ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ജനിച്ചാൽ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ മൂർത്തികളെ പറ്റിയിട്ടുണ്ട്, ആകാശദേവത, ജലദേവത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഇതാണ് സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ഞാൻ ഗാർഡൻ്റെ അവിടെ നിന്നിട്ട് പഗോഡയുടെ ഒന്ന് വ്യൂ എടുത്താണ്. ഇത് നമ്മുടെ അശോക സ്തംഭമാണ്, കണ്ടില്ലേ എന്ത് രസം. പക്ഷേ പിന്നെ അങ്ങനെ വെയിൽ ഉദിക്കണം കാരണം കൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ക്ലിയർ ആയിട്ടുണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വെയിൽ. പിന്നെ അങ്ങനെ വെയിലായി വരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എങ്ങോട്ട് നോക്കിയാലും അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ഗാർഡനും കാര്യങ്ങളും പൂക്കളും നല്ലതുപോലെയുള്ള നല്ല അടിപൊളി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഈ പഗോഡ അതീവ സുന്ദരവും ശാന്തവും മനോഹരമാണ്. മുംബൈയിൽ വരുന്നവർ എന്തായാലും പഗോഡ ഒന്ന് വിസിറ്റ് ചെയ്യണം, കാണണം, അതൊന്ന് അവിടുത്തെ അനുഭവം തിരിച്ചറിയണം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, ഈ 4 വശത്തും ഇതേപോലെ തന്നെ ഫില്ലറും, ഒരു വശത്തുള്ളത് തന്നെ വീണ്ടും കാണിക്കാമെന്ന് വിചാരിക്കുന്നത് 4 വശത്തും ഒരേപോലെ തന്നെയാണ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അപ്പുറത്തൊക്കെ ആയിട്ടുള്ള ചെറിയ ബിൽഡിങ് പോലത്തുള്ള സ്ഥലത്തും ഇങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ ആദ്യം വന്ന ആൾക്കാർ ഉള്ളിലേക്ക് കയറി, പിന്നെ ഞങ്ങൾ കയറി. കണ്ടില്ല എത്ര വലിയൊരു ഹാൾ, അവിടെ ഉള്ളിലാണ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. 10 മിനിറ്റ് ഞങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇതിവിടെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഉണ്ട്, കാര്യം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട. പിന്നെ ബുദ്ധനെ പറ്റിയിട്ട് ഒരു ഫുള്ള് ഈ നമ്മുടെ പഗോഡേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. ഇവിടെ എന്താ ഇറങ്ങാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഭംഗി. ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് വന്നിട്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേന് നല്ല വേലിയേറ്റായി. ആദ്യം ഞങ്ങൾ വരുമ്പോൾ നല്ല വേലിയിറക്കിയിരുന്നു, ഇപ്പോൾ പോകുമ്പോൾ നന്നായിട്ട് വേലിയേറ്റം വെള്ളം കൂടിയിട്ടുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ നല്ല വെള്ളം കൂടും. അപ്പോഴത്തേനും ഞങ്ങൾ വേഗം വീട്ടിലേക്കുള്ള യാത്രയെ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ്